കരിമ്പം ചവനപ്പുഴയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ നീർക്കോലി പാമ്പുകളുടെ മുട്ടകൾ വിരിഞ്ഞു. ഫെബ്രുവരി 17-ന് ചവനപ്പുഴ ജോണി എന്നയാളുടെ കൃഷിയിടത്തിൽ നിന്ന് ലഭിച്ച മുട്ടകളാണ് വിരിഞ്ഞത്. മുൻകാലങ്ങളിൽ യഥേഷ്ടം കണ്ടുവന്നിരുന്ന നീർക്കോലി ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പിനമാണ്. കരിമ്പം ചവനപ്പുഴയിലെ ജോണിയുടെ കൃഷിയിടത്തിൽ കണ്ടെത്തിയ മുട്ടകൾ ഏത് പാമ്പിൻ്റെതാണെന്ന് അറിയാത്തതിനാൽ നാട്ടുകാർ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PV സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പിന്റെയും മാർക്കിന്റെയും റെസ്ക്യൂവറായ അനിൽ തൃച്ചംബരമാണ് മുട്ടകൾ ശേഖരിച്ച് സൂക്ഷിച്ചത്. 100ഓളം മുട്ടകൾ ലഭിച്ചതിൽ 31 നീർക്കോലി കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. ഇനിയും കുറച്ച് മുട്ടകൾ കൂടി വിരിയാൻ ബാക്കിയുണ്ട്. കുറച്ച് മുട്ടകൾ നശിച്ചു പോയിട്ടുണ്ട്. നാട്ടിൻപുറത്ത് വയലുകളിലും തോടുകളിലും കൃഷിയിടങ്ങളിലും കുളങ്ങളിലും യഥേഷ്ടം കണ്ടിരുന്ന നീർക്കോലികൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. പലതരം രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗവും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികളും കാരണമാണ് നീർക്കോലികൾ നാശത്തിന്റെ വക്കിലെത്തിയത് എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നീർക്കോലി പാമ്പ് ഏകദേശം 80 മുതൽ 100 വരെ, ചിലപ്പോൾ അതിലേറെയും മുട്ടകളിടുന്നത് കാണാറുണ്ടെന്നും ബാക്കിയുള്ള മുട്ടകൾ കൂടി വിരിയുന്നതോടെ നീർക്കോലി കുഞ്ഞുങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ വിടുമെന്നും അനിൽ പറഞ്ഞു. അവർക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. കുറേയേറെ മുട്ടകൾ കാണുന്നു, എന്തിൻ്റെ ആണെന്ന് ഒരു സംശയത്തിലായിരുന്നു. ഫോറസ്റ്റിൽ വിവരം അറിയിച്ചു. അവിടുന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ പോയി മുട്ടകൾ നോക്കി. നീർക്കോലിൻ്റെ ആണെന്ന് അവരോട് പറഞ്ഞു. എന്നാലും അവർക്കൊരു ഭയം, ഇത്രയേറെ മുട്ടകൾ നീർക്കോലി ഇടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റേഞ്ച് ഓഫീസർ PV സനൂപ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്കിന്റെ പ്രവർത്തനത്തിൽ സംരക്ഷണത്തിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.